ശക്തിയായ തോൾവേദന, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നാൽ പിന്നെ കൈ എടുത്ത് മാറ്റണമെങ്കിൽ ഈ കൈ പിടിച്ച് മാറ്റണം, തലയുടെ ബാക്കിൽ ചൊറിയാൻ പറ്റുന്നില്ല, പുറം സോപ്പിട്ട് തേക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ സംഭവം? മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഈ ഷുഗറുള്ള ആൾക്കാരിൽ നമ്മൾ ഇത് കാണുന്നതാണ്. അതായത് അവരുടെ തോളിന്റെ മസിലുകളും ക്യാപ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അത് വഴക്കം, തോളിന്റെ വഴക്കത്തിനെ കുറയ്ക്കും. ഇതിന് നമ്മൾ പെരിയാർത്രൈറ്റിസ് എന്ന് പറയാം, ഫ്രോസൺ ഷോൾഡർ എന്ന് പറയാം, അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയാം. ഒട്ടിപ്പിടിക്കലാണ്. നമ്മുടെ മസിലും ക്യാപ്സൂളും ഷോൾഡറും അതിന്റെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ ഷോൾഡറിന്റെ മൂവ്മെന്റ്സിനെ കുറയ്ക്കും. അത് വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. വേറെ പല കാരണങ്ങളും ഉണ്ടാവാം. ഒന്ന് ഷുഗർ ഉള്ള ആൾക്കാരിൽ, ഇല്ലെങ്കിൽ സാധാരണ ചെയ്യാത്ത ഒരു പരിപാടി ചെയ്തു. ഇന്നിപ്പോ മുറ്റത്ത് കുറച്ച് പുല്ല് കണ്ടു. അപ്പൊ വീട്ടിലെ ചേച്ചി ഫുൾ പുല്ലൊക്കെ പറിച്ചു. അത് ആറ്റം തുടങ്ങി ഏറ്റവും നല്ല പറക്കി വൈകുന്നേരം ഉണ്ടാവും. ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ല വേദന തോന്നും. കാൽസിഫിക്കേഷൻ ആവാം, അല്ലെങ്കിൽ മസിലിന്റെ സ്ട്രെയിൻ ആവാം. അപ്പൊ ഈ പെയിൻ കാരണം ചേച്ചി കൈ പൊക്കുന്നില്ല. കൈ പൊക്കുമ്പോൾ വേദനയാണ്, നമ്മൾ വേദന സഹിക്കില്ലല്ലോ. അപ്പൊ കൈ പൊക്കാതെ വരുമ്പോ ബോഡി തന്നെ അത് ആ മൂവ്മെന്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അപ്പൊ സ്വെല്ലിങ് കുറയും, ആ നീർക്കെട്ട് മാറും. പക്ഷെ അഡ്ഹഷൻ ഉണ്ടാവും. അഡ്ഹഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് ഉണ്ടാവും. മാറോ ഇല്ലയോ? തീർച്ചയായിട്ടും ഇത് മാറാവുന്ന സംഭവമാണ്. പക്ഷേ ഇത് ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണ്ടാകുന്ന സംഭവമല്ല. കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴായിരിക്കും പേഷ്യൻസ് വരാം. അപ്പൊ ഇത് പതുക്കെ പതുക്കെ തുടങ്ങി. അപ്പൊ അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് കൈ പൊന്തിക്കുമ്പോ ചെറിയ വേദന ഉണ്ടാവും. അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണ്, വേദന സഹിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അത്രയും കൈ പൊന്തിക്കില്ല. അപ്പൊ അങ്ങനെ കൈ പൊന്തിക്കാതെ വരുമ്പോ ഇത് ആ മസിലുകളും ആ ക്യാപ്സുകളൊക്കെ കൂടെ മുതലെടുക്കും. എങ്ങനെ? അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ള മൂവ്മെന്റ്സ് വേണ്ടാന്ന് വെക്കുക. അവര് അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് ഇനി അങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ഇത് വേറെ അസുഖങ്ങളുമായി മാറുന്നില്ല. ഇത് ആ ഷോൾഡറിനെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമാണ്. അത് വേറെ വലിയ രോഗങ്ങളോ അതൊന്നായിട്ട് മാറില്ല. പിന്നെ ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോൾ അവര് ചിലപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ വരാം, ഇവിടുന്ന് കൈയുടെ ഇവിടം വരെ വരാം. അപ്പൊ ആ പെയിൻ ഉള്ള സ്ഥലം ഇത്ര ഏരിയയാണ്. മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ തന്നെയാണ്. വേദന കുറയ്ക്കുന്ന മരുന്നുകൾ, അതിന്റെ കൂടെ ഫിസിയോതെറാപ്പിയാണ്. അപ്പൊ തുടക്കത്തിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി കൂടെ നമുക്ക് മാറ്റാൻ പറ്റും, കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കൈ പൊങ്ങുമ്പോൾ ഇത്രയും പൊങ്ങുന്നുണ്ട്, ഇത്രയും തിരിയുന്നുണ്ട്, ഇങ്ങനത്തെ കേസുകൾ, അതായത് കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളൂ, അങ്ങനത്തെ കേസുകൾ ധൈര്യമായിട്ട് ഫിസിയോതെറാപ്പി മാത്രം മതി മാറ്റിയെടുക്കാം. എന്നാൽ ഇത്രയും വേണം, ഒരു മൂവ്മെന്റും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അത് ഫിസിയോതെറാപ്പി മാത്രം പോരാ. പിന്നെന്ത് വേണം? അത് മാനിപ്പുലേറ്റ് ചെയ്യണം. ആ അഡ്ഹഷൻസ് നമ്മൾ വിടിയിക്കണം. എങ്ങനെയാണ് വിടിയിക്കുക? പേഷ്യന്റ് പെയിൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ചെറിയൊരു മയക്കം കൊടുക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന്, അത് വിടിയിക്കും. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. വിടിയിച്ച് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ മൂവ്മെന്റ്സുകൾ വളരെ പെട്ടെന്ന് കിട്ടും. നന്ദി, നമസ്കാരം.